നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും നമ്മൾ കഴുകി മാറ്റി വെക്കുക. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വെള്ളം കളഞ്ഞ് മാറ്റി വെക്കുക. ഇപ്പോൾ 2 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, മീഡിയം സൈസിൽ വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് നല്ലപോലെ അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനായിട്ട് റൈസ് തയ്യാറാക്കാനായിട്ട് 3 ഗ്ലാസ് ജീരകശാല റൈസ്, കൈമാ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതൊരു 30 മിനിറ്റോളം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ സോക്ക് ചെയ്തത് കാരണം നമ്മുടെ അതിനകത്ത് സ്റ്റാർച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മളത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇതെല്ലാം ജാതിപത്രി, ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല ഒരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിലരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള. അപ്പോൾ സവാള ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിൽ. സവാള ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, മല്ലിയിലയുടെ പേസ്റ്റ്, അപ്പോൾ അതിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്നും വഴറ്റണ്ട. ആ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ തക്കാളി ഒന്ന് വഴറ്റി ഇതുപോലെ എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു 6 മുതൽ 8 വിസിൽ വരെ നമുക്കിത് 6 മുതൽ 8 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഓരോ ബീഫിനും ഓരോ തരത്തിലുള്ള വേവായിരിക്കും ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി തോരാനായി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 1 ഗ്ലാസ് ഒഴിച്ചിരുന്ന ബീഫ് വേകുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 4.5 ഗ്ലാസ് ടോട്ടൽ വരും. തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതിങ്ങനെ വേവിച്ചെടുക്കുക, 1 വിസിൽ വരെ വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കുക്കർ തുറക്കുമ്പോൾ അരി ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് മെല്ലെ മാറ്റുക. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഇറച്ചിച്ചോറ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി വെക്കുക. ലാസ്റ്റിൽ ഇതുപോലെ മല്ലിയില വിതറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.